നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഒരു പുതിയ അവതാരമാണ് ദുർഗ പ്രശാന്ത്. ദുർഗ ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ജൂനിയറാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സിൽ മിക്കവരും തന്നെ ഫീൽഡിലാണ്. ഇത് തെരഞ്ഞെടുപ്പാണ്. രാജ്മോഹൻ ഒരു ടീമിനെ നയിക്കുന്നു, വിശാഖൻ മറ്റൊരു ടീമിനെ നയിക്കുന്നു, രമേശ് രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു പോയി, പിന്നെ ഈവനിങ് ഷിഫ്റ്റിലുള്ള ഓൺലൈൻ പോർട്ടലിലെ ഡെസ്കിലുള്ള സീനിയേഴ്സിന് മടി ഈ ചാനലിൽ വരാൻ. അങ്ങനെയാണ് ദുർഗയെ ഇന്ന് കടമെടുത്തിരിക്കുന്നത്. ഇന്ന് ദുർഗയുടെ കാര്യം ഒന്നുകൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ദുർഗ എൻ്റെ നിലപാടല്ല മിക്ക വിഷയങ്ങളിലും, പ്രത്യേകിച്ച് ഇസ്രായേൽ പോലുള്ള വിഷയങ്ങളിൽ ദുർഗയുടേത് ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ്. അല്ലേ ദുർഗ? അങ്ങനെ ഇസ്രായേൽ വിരുദ്ധ നിലപാട് എന്നില്ല, എന്നാലും ഇസ്രായേലിനെ അങ്ങനെ സപ്പോർട്ടും ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഞാൻ എപ്പോഴും സാറിനോട് ചോദിക്കണമെന്ന് വിചാരിക്കാറുണ്ട്, സാർ എന്തുകൊണ്ടാണ് എപ്പോഴും ഇസ്രായേലിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത്, ഇസ്രായേലിനെ മാത്രം പിന്തുണയ്ക്കുന്നത്? ഇല്ല, ഞാനങ്ങനെ ഇസ്രായേലിനെ മാത്രം പിന്തുണയ്ക്കുന്നുണ്ടല്ല. ഞാനിതിനെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ഡേഞ്ചറസ് ഐഡിയോളജിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഒന്നാണ് ഹമാസ്. ഫലസ്തീനിലെ ജനതയുടെ നിസ്സഹായാവസ്ഥയോട് എനിക്ക് സിമ്പതിയുണ്ട്. പക്ഷേ അത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ പ്രസ്ഥാനങ്ങളോ പലതും ഉണ്ടായിരുന്നു. അവരെല്ലാം മറികടന്നുകൊണ്ട് 89-ൽ ഈ ഹമാസ് പിടിച്ചെടുക്കുകയും അവർ ജനാധിപത്യപരം 89 തുടങ്ങി, പിന്നീട് അവർ പിടിച്ചെടുത്തു. 2005-ലോ 2006-ലോ കണ്ടു. പിടിച്ചെടുത്തതിന് ശേഷം അവർക്ക് ജനാധിപത്യ ബോധമില്ലാത്തതുകൊണ്ട് അവർ ഒരിക്കലും പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അങ്ങനെ അവർ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ആം അവിടെ തുടങ്ങി രൂപീകരിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജിയിൽ അവർ ഫാസിസ്റ്റ് ഐഡിയോളജി, അവരുടെ ഐഡിയോളജി ഇസ്രായേൽ ഇല്ലാതാവണം, ഇസ്രായേലിൽ നിന്നും മോചിപ്പിക്കണം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം, സ്വാതന്ത്ര്യസമ്മതം എന്ന് പറയാം. പക്ഷെ അവർ ഇസ്രായേൽ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല. ഹമാസ് ഒരു ഭീകര സംഘടന എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളതിനെ പോരാളി എന്നായിരിക്കും വിളിക്കുന്നത്, പക്ഷെ ഞാൻ അങ്ങനെ അല്ല കാണും. എനിവേ, അതാണ് എൻ്റെ ഒരു കാരണം. അതെ, അതുകൊണ്ടാണ് സാർ ഇസ്രായേലിനെ. അതെ, ഇനിയിപ്പോൾ നമുക്ക് യുദ്ധത്തിലേക്ക് വരാം. അതെ, അതാണല്ലോ ഇസ്രായേൽ തുടങ്ങി വന്നപ്പോൾ. അതെ, യുദ്ധത്തിന്റെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ, അതോ ഞാൻ തന്നെ പറയണോ? എന്താന്ന് പറഞ്ഞോളൂ. സാറ് പറഞ്ഞു. അല്ല, ശ്രദ്ധിച്ചിരുന്നു ഇന്നിപ്പം അമേരിക്ക ഇനിയിപ്പോൾ കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് വളരെ വലിയ രീതിയിലേക്ക് പോകും. ഇറാഖ് വാർ പോലെ തന്നെ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ ആണെങ്കിൽ യുദ്ധം ഇന്ത്യ എവിടെയും തട്ടുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് ഓരോ ഇന്ത്യക്കാരായിട്ട് മരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്കും അത് ബാധിക്കും. ഞാനതിനെ കാണുന്നത് ഞാൻ ഈ അമേരിക്ക ഇസ്രയേലോട് ചേർന്ന് ഇറാനെ ആക്രമിച്ചതിൽ തെറ്റ് കണ്ട വ്യക്തിയല്ല ഞാൻ. അവരുടെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ, ഇസ്രയേലിന്റെ അമേരിക്കയുടെയും കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇറാനെ നിരത്തി അവരുടെ അണ്വായുധ ശേഷി ഇല്ലാതാക്കി തിരിച്ചു പോകേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ ഇറാന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവനത് ആ ഒരു നയം നിലനിൽക്കുന്ന രാജ്യം എന്ന നിലയിൽ അവരുടെ അണ്വായുധ ശേഷി ഇല്ലാതാക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കും. പക്ഷേ അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾ, അവരുടെ ഇൻ്റലിജൻസ് എല്ലാം പാളി. 30 ദിവസം പിന്നിട്ട് യുദ്ധം, 30 ദിവസം പിന്നിട്ടിട്ടും അവരുടെ 48 പ്രധാനപ്പെട്ട നേതാക്കളെ കൊന്നു തള്ളിയിട്ടും ഇറാന്റെ ആക്രമണത്തിനൊരു കുറവുമില്ല. ഇപ്പം കുവൈറ്റിലെ ഇന്നിപ്പോൾ കണ്ടത്, കുവൈറ്റിലെ അവരുടെ ഈ പവർ പ്ലാന്റ് തകർത്തു. അവിടെയാണ് ഇന്ത്യക്കാരൻ മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UAE-യിലേക്ക് ഇന്നും ആക്രമണം ഉണ്ടായി, സൗദിയിലേക്കുണ്ടായി, ഇസ്രായേലിൽ ഇന്നിപ്പം ഞാൻ കേൾക്കുമ്പോൾ ഹൈഫ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്. അവിടെ ഹൈഫ എന്ന് പറയുന്ന തുറമുഖത്ത് ഇവരുടെ ഇവർ എണ്ണ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു പാടത്ത് ഇന്നിപ്പം ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പം ഇറാഖ് ഇപ്പോഴും അവർ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവർ അയൽരാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മാസമായിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കരുതുന്നതിന് അപ്പുറമാണ്. ഇപ്പം ഇന്ത്യയിൽ ഇമ്പാക്റ്റ് ഇതുവരെ കാര്യമായി വന്നിട്ടില്ല. മറ്റു രാജ്യങ്ങളിൽ ഇതിനേക്കാൾ ഭയാനകമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ എണ്ണവില അവരും കണ്ടേ കൂട്ടിയിട്ടുള്ളൂ, ബാക്കി അവരുടെ പ്രീമിയം ആയതുകൊണ്ടാണ് കൂട്ടിയത്. ഇവിടെയും ഒരു എണ്ണവിലയിൽ വർധന വരുമെന്ന് ഭയന്നുകൊണ്ട് ഇവിടെ എക്സൈസ് ഡ്യൂട്ടികളോ ചെയ്തു. പക്ഷെ മറ്റു രാജ്യങ്ങളുടെ സ്ഥിതി അങ്ങനല്ല. അമേരിക്കയിലൊക്കെ ഒരു $1.5 കൂടിയിരിക്കുകയാണ് കാലന്. അതുപോലെ ബ്രിട്ടനിൽ ഏകദേശം ഒരു 50-60% നിരക്ക് കൂടിയിരിക്കുന്നു. പലയിടങ്ങളിലും എനർജി റേഷനിങ് തുടങ്ങി. ഇപ്പൊ സ്ലൊവേനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് റേഷനിങ് ആണ്, അതായത് എല്ലാവർക്കും ആവശ്യത്തിന് ഇന്ധനം കിട്ടത്തില്ല. ഓസ്ട്രേലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സൗജന്യമാക്കി, ആളുകൾ വണ്ടി ഒഴിവാക്കാൻ പറ്റും. ബ്രിട്ടൻ ആഴ്ച 4 ദിവസം ആക്കാൻ ആലോചിക്കുകയാണ്, അതായത് ഡ്യൂട്ടി ടൈം.
അതായത് ബാക്കി ദിവസം ആളുകൾ വീട്ടിൽ ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ലോകം മുഴുവൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ആ പ്രതിസന്ധി നമുക്കുണ്ടാവും. എന്ന് മാത്രമല്ല, ഇതെന്ന് തീരുമെന്നുള്ളത്. ഇപ്പം നമ്മളൊരു വിഷയം ഉണ്ടായി, ആ വിഷയം ഇതെന്ന് തീരുമെന്നുള്ള പ്രശ്നം. ഇപ്പം ഇതിൻ്റെ ഒരു വ്യാപ്തി അതിശക്തമാണ്. അപ്പം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒന്നും നടക്കുന്നില്ല. അപ്പം ട്രംപ് പറയുന്നത് 15 പദ്ധതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ അത് നിഷേധിക്കുന്നു. ഇറാൻ നിഷേധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇറാൻ്റെ ഇപ്പോൾ അവരുടെ ചുമതലക്കാരനായ ഒരാളെന്ന് പറയുന്നത് പാർലമെന്റ് സ്പീക്കറാണ്. പാർലമെന്റ് സ്പീക്കർ പറഞ്ഞത് ഇത് അമേരിക്കയുടെ ഒരു സ്വപ്നമാണ് ഈ 15 പദ്ധതി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഞങ്ങളത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും ഇവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും, അതായത് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും ഇറാൻ ആക്രമിച്ചുകൊണ്ട്. കാരണം അവർ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അവരുടെ അജണ്ടയിൽ ഇല്ല. അത് മാത്രമല്ല, അവർക്ക് അത്ര എളുപ്പത്തിൽ വെടിനിർത്താൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ നേതൃനിരയെ തട്ടിക്കളഞ്ഞു. അപ്പൊ ഇവരിത് പ്രതീക്ഷിച്ച് ഈ നേതൃനിരകൾ എത്ര പേര് കൊല്ലപ്പെട്ടാലും എങ്ങനെ യുദ്ധം തുടരണമെന്നൊരു പദ്ധതി നേരത്തെ ഉണ്ടാക്കിയിട്ട് അതിന് ഉത്തരവ് കൊടുത്തതാണ്. അത് അവസാനിപ്പിക്കാൻ ഇനി എളുപ്പമല്ല. കാരണം ഓരോരുത്തരും ഓരോ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് ഉത്തരവ് വരുമ്പോൾ ഇന്നയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിനക്ക് ഉത്തരവ് വരുന്നില്ല, പിന്നെ അതിന്റെ അർത്ഥം മരിച്ചെന്നാണ്. ആണ് നീ ഇന്നത് ചെയ്തോളൂ. അപ്പം ഒരു വർഷം മരിച്ചതുപോലെ ഇവർ അറിയുന്നുണ്ടാവില്ല. അവർക്കുണ്ടായിരിക്കുന്ന ഒരു കാലയളവായിരിക്കും ഇത്ര ദിവസത്തിനെ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, അവനെ തട്ടി, നിന്റെ പണി നീ ചെയ്യുക. മാത്രമല്ല ഇതൊരു ജിഹാദാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അഭിമാനമാണ്. കാരണം അവര് സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണ് അവർക്ക്. അപ്പൊ അത്തരം ഒരു ഡെഡിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല ഇവരൊരു കരയുദ്ധം വേണം. ഇപ്പൊ ബ്രിട്ടൻ ആദ്യം മുതൽ പറയുന്നത് കരയുദ്ധം ഇല്ലാതെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷെ കരയുദ്ധത്തിനെത്തിയാൽ ഇവർ ജിഹാദിസ് കാർഡുകളാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത്, നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1887 ആ ശിപ്പായി ലേഖല എന്ന് അവർ പറയുന്ന ബഹളാണ് നമ്മുടെ ഫസ്റ്റ്. അന്നുപോലും ഈ ഒരു വളരെ ഒളിയുദ്ധമാണ്. എന്ന് വെച്ചാൽ സായിപ്പന്മാരെ ബ്രിട്ടീഷുകാരെ നമ്മളെ ഇന്ത്യക്കാരെ ആക്രമിക്കുമായിരുന്നു. അപ്പോൾ ഒടുവിലാണ് അവർ സഹി കെട്ടിട്ട് വെടിവെക്കുന്നത്. അപ്പം ഇതിനെ അതിജീവിക്കാൻ പ്രയാസമാണ്. കാരണം ഇവർ എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാൾ വിചാരിച്ചാൽ 10 പേരെ കൊല്ലാൻ പറ്റും. മരിക്കാൻ തയ്യാറാണെങ്കിൽ 10 പേരെ കൊല്ലാൻ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടേക്ക് ഇപ്പം ട്രംപ് ഓൾറെഡി പറഞ്ഞു ഞാൻ കാർഗ് പിടിച്ചെടുക്കും, അവിടുത്തെ എണ്ണ കൊണ്ടുപോകുന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറയുന്ന എണ്ണയാണ് എന്ന് പറയുന്നവരുണ്ട്. ലോകത്തെ ഏറ്റവും അധികം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ഏറ്റവും 80% എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഗ് ഐലൻഡിലാണ്. അപ്പൊ ഈ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാൻ ട്രംപ് തീരുമാനിക്കുമ്പോൾ അതിന് ഒരുപാട് വില കൊടുക്കും. ഇപ്പൊ തന്നെ 15 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അപ്പൊ അത് വെച്ചാൽ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പരിഹാരമില്ല, ഒരു പരിഹാരം. കാരണം എന്ന് വെച്ചാൽ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ശക്തി ക്ഷയിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അമേരിക്കയ്ക്ക് ഇടയ്ക്ക് വെച്ച് പിന്മാറിപ്പോകാൻ പറ്റത്തില്ല. അമേരിക്ക ഇടയ്ക്ക് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അമേരിക്ക നിലനിൽക്കുന്നത് തന്നെ പലതരത്തിലുള്ള സഖ്യം ഉണ്ടാക്കിയ. ഇപ്പൊ നാറ്റോ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ സഖ്യം. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ അമേരിക്ക ഈ രാജ്യങ്ങളെയെല്ലാം ഒരു ഇറാൻ ഭീതി ഉണ്ടാക്കി കൊടുത്തിട്ട്, ഇറാൻ ഭീതിയുണ്ട്. ഇറാൻ അടിസ്ഥാനപരമായി അവർ ഷിയ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ്. സുന്നിയാണ് മറ്റു രാജ്യങ്ങളെല്ലാം. സുന്നി രാഷ്ട്രീയത്തോട് അവർക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഈ സുന്നി സംവിധാനങ്ങൾ ഇല്ലാതാക്കാനും മക്ക പിടിച്ചെടുക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്, സൗദിയുടെ. കാരണം അതാണല്ലോ എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പൊ അമേരിക്ക എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എല്ലാം ബേസ് ക്യാമ്പ് ഇട്ടിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമായിരുന്നു. ഈ ഒരു ആത്മവിശ്വാസം, ഈ ഒരു എന്താ പറയുക ഒരു വ്യാജ ആത്മവിശ്വാസത്തിലായിരുന്നു ഈ GCC രാജ്യങ്ങൾ പോയിരുന്നത്. ആ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവിടെ യുദ്ധം അവസാനിപ്പിച്ച് അമേരിക്കയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇറാനെ ഭയന്ന് കഴിയേണ്ടി വരും ഈ രാജ്യങ്ങൾ. ഇവിടെയാണ് ഇപ്പോഴത്തെ നീക്കം. ഈ ഇറാനെ പിന്തുണച്ചുകൊണ്ട് രഹസ്യമായി റഷ്യയും ചൈനയും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പൊ അവർ രംഗത്തിറങ്ങും. അപ്പം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വഴി, ഈ ഇറാൻ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ ഈ ബേസ് ക്യാമ്പുകൾ ഒഴിയാനായിരിക്കും. അപ്പൊ ഇത് പിന്മാറണമെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് അവരുടെ ക്യാമ്പുകൾക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അവരിപ്പം മുഴുവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത് 40,000-ഓളം പട്ടാളക്കാർ വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഇവരെയൊക്കെ പിന്മാറ്റേണ്ടി വരും. പിന്മാറിയാൽ അപ്പം തന്നെ അവിടേക്ക് ചൈനയും റഷ്യയും വരും. ചൈനയുടെ റഷ്യയുടെയും സംരക്ഷണയിലേക്ക് ഈ GCC രാജ്യങ്ങൾ മാറും. അമേരിക്ക കംപ്ലീറ്റ്ലി ഔട്ടാവും. അതായത് ഒരു 2ാം ലോകമഹായുദ്ധം വരെ ലോകത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ബ്രിട്ടനായിരുന്നു. ഈ 2ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക വലിയ ഇടപെടൽ നടത്തുകയും ഈ യുദ്ധം വിജയിപ്പിക്കുകയും ചെയ്തു അമേരിക്ക. അതോടെ ബ്രിട്ടൻ ക്ഷയിക്കുകയും
പകരം അമേരിക്കൻ സാമ്രാജ്യം ലോകത്തുണ്ടാവുകയും ചെയ്തു. ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഒരു അന്ത്യം എന്ന നിലയിൽ വേണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മാറാം. കാരണം ബ്രിട്ടനും ചൈനയും ഇതിന് പകരക്കാരായാൽ, ഈ രാജ്യങ്ങളെല്ലാം അവരെ പിന്തുണച്ചാൽ അമേരിക്ക പുറത്തു കൊണ്ടുവരും. അത് വലിയ വിഷയമാണ്. നമുക്കിപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ നമ്മൾ ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇറാൻ ആയി ഇവർ സഖ്യത്തിനൊന്നും പോകുന്നില്ല. കാര്യം ചൈനയും അമേരിക്കയും റഷ്യയും തൽക്കാലത്തേക്കാണ് ഇറാനെ സംരക്ഷിക്കുന്നത്. അവരുടെ ലക്ഷ്യം അവരുടെ സാമ്രാജ്യം ഉണ്ടാകുന്നുള്ളതാണ്. റഷ്യ ഉണ്ട് എന്നുള്ള ബന്ധം നമുക്കുണ്ടെങ്കിൽ പോലും ഇതൊരു മിസ്റ്റേക്കായി, ബിഗ് മിസ്റ്റേക്കായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരുടെ മുമ്പിലുള്ള ഏക വഴി ഇനി കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലാൻഡ് ഇൻവേഷനാണ്. പക്ഷെ അത് പാളിയാൽ തീർന്നു. അത് പാളാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവരേറെയുണ്ട്. അതാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട്. അടുത്ത നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെയും യുദ്ധം നടക്കുകയല്ലേ. ഇപ്പൊ സമ്പാദിക്കാൻ VD സതീശനോട് മുഖ്യമന്ത്രി സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ സ്ഥലവും തീയതിയും പ്രഖ്യാപിച്ചു. സമ്മതിച്ചു. രണ്ടുപേര് സമ്മതിച്ചു. കാരണം സ്വന്തം ഗ്രേഡ് കൊടുത്തല്ലോ, 10 ൽ 10 A+. അത് വന്നപ്പോഴല്ലേ പറഞ്ഞ സംവാദമാകാം? അതാണോ അതിനുശേഷം വന്നോ? ഇല്ല, സമ്മതമാകാന്ന് അപ്പൊ തന്നെയാ പറഞ്ഞത്. സംവാദമാകാന്ന് പറഞ്ഞു. VD സതീശൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ പിണറായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പിന്നെ പിണറായി പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പോസ്റ്റാണ് വന്നിട്ടുള്ളത്. പുള്ളി അത്രയും കോൺഫിഡൻസ് നിൽക്കുവാണ്. അല്ല, ഞാൻ ചോദിച്ചത് ആദ്യം പിണറായി വിജയനോട് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രസ് ഇട്ടിട്ട് ഇനി നമുക്കൊരു സംവാദമാകാന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് VD സതീശൻ സമ്മതിച്ചു. പിന്നെ പിണറായി പ്രതികരിച്ചിട്ടുണ്ടോ? പിന്നെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പിണറായി അത് സംവാദത്തിന് വഴങ്ങത്തില്ല. അത് ഉറപ്പിച്ചു പറയാം. കാരണം പിണറായി വിജയന് ഈ പറയുന്ന സ്വന്തമായി പറയാൻ പറ്റുന്നത് അഹങ്കാരം മാത്രമാണ്. ഒരു PR ടീം ബിൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആശയം. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഞാൻ സുജിത് ഭക്തന്റെ ഇന്റർവ്യൂ മാത്രം നോക്കുക. സുജിത് ഭക്തന്റെ ഇന്റർവ്യൂ സുജിത് ഭക്തൻ ചോദിക്കുകയാണ്, ഞാൻ ഈ ഇന്റർവ്യൂവിന് വരുമ്പോൾ കടക്കോ പുറത്തൊന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഇത് ഒരു കടക്കോ പുറത്തൊന്നുള്ള പിണറായി വിജയന്റെ ഇമേജിനെ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പൊ പിണറായി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് മറ്റേ സിനിമയിൽ കണ്ടതുപോലെ കേറി വാടാ മക്കളെ. എന്നിട്ട് ഇത് കൃത്യം സ്ക്രിപ്റ്റഡ് ആണ്. ഇത് സുജിത്തിനോട് അങ്ങനെ ചോദിക്കാൻ പറയുന്നു, പിണറായി ഇങ്ങനെ പറയാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ആളുകൾ സെലക്ട് ചെയ്തോളൂ. എന്നിട്ട് അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പിണറായി മഹാനാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു. ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ പിണറായിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ ആളുകൾ നാച്ചുറലായിട്ടൊരു ചോദ്യത്തിൽ പിണറായിക്ക് നേരിടാൻ ഉത്തരം പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാൽ പിണറായി പ്രകോപിതനാവും. ആ പ്രകോപിതനാകുന്ന പിണറായി ഒരിക്കലും അങ്ങേയറ്റത്തെ പ്രകോപനത്തിൽ സംസാരിക്കുന്ന VD സതീശന് മുമ്പിൽ പോയി നിന്ന് കൊടുക്കത്തില്ല. അങ്ങനെ നിന്നാൽ പിണറായിയുടെ ഇതുവരെയുള്ള എല്ലാ മുഖവും പോകും. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട പിണറായി വിജയൻ ഈ സതീശന്റെ ഇത് വാസ്തവത്തിൽ സതീശൻ വളരെ പുള്ളിയുടെ ആവേശത്തിന് സംവാദം എന്ന് പറഞ്ഞതാണ്. സതീശൻ കയറി പിടിച്ചു. കയറി പിടിച്ചതോടുകൂടി മാത്രമേ രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ മുൻപ് വെല്ലുവിളിക്കുന്നു. പിണറായി ഒരിക്കലും അദ്ദേഹത്തിന്റെ ക്രോണികളുടെ അടുത്തല്ലാതെ ആരുടെ അടുത്ത് പിടിച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലി എന്ന് പറയുന്നത് ഉരുളക്കുപ്പേര് പോലെ തറുതല പറയുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരന്റെ കൗശലത്തോടു കൂടി ഇപ്പൊ ഞാൻ ഒരു കൗശലത്തോട് ഒരു കാര്യം പറയാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംവാദം പ്രതീക്ഷിക്കേണ്ട, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന ഈ സംവാദം VD സതീശൻ അതാ പറഞ്ഞു, അതങ്ങനെയാണ്. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത എന്താണ് നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അല്ല ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പിണറായി വിജയൻ ഇങ്ങനെ പ്രകോപിതനായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഇലക്ഷന്റെ ഒരു കാറ്റിങ്ങനെ വീശുമ്പോ എനിക്ക് ഭരണം കിട്ടില്ല എന്നൊരു ചെറിയ പേടിയിൽ പിണറായി വിജയൻ പ്രകോപിതനാവുന്നു കൂടുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഞാന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളായി കരുതുന്ന ആളാണ്. എല്ലാം മണ്ടന്മാരാണ്. ഞാൻ കാട്ടുന്ന പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും എല്ലാം ഇവരെല്ലാം വിശ്വസിക്കുന്നു. ഇവരെ ഈ 500 രൂപയുടെ കിറ്റ് കൊടുത്താൽ ഇവർ വീണു പോകും. സർക്കാരിന്റെ ഖജനാവിലെ പണമെടുത്ത് പെൻഷൻ കൊടുത്താൽ പിണറായി സിന്ദാബാന്ന് വിളിക്കും. 800 കോടി രൂപ നാട്ടുകാർ കൊടുക്കുന്നു, 400 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, 1200 കോടി രൂപ ഈ വയനാടിന് വേണ്ടി കിട്ടുന്നു. അതിലൊരു 150 കോടി രൂപ മുടക്കി വീട് വെച്ചു കൊടുത്താൽ രക്ഷകനെന്ന് വിളിക്കും. ഇത്തരത്തിൽ അതേസമയം എല്ലാ തോന്നിയാസങ്ങളും വൃത്തികേടുകളും കാണിക്കാം. അങ്ങനെ കേരള ജനതയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു അറിവില്ലായ്മയും വിവരക്കേടിനെയും അന്തംഗമ്മികളുടെ അടിമകളുടെ സഹായത്തോടെ മാർക്കറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്.
അതുകൊണ്ട് പിണറായി ഉറച്ച വിശ്വാസത്തിലായിരുന്നു. രണ്ടാം ഭരണം കിട്ടിയപ്പോൾ പിണറായിക്ക് നന്നായിട്ട് മനസ്സിലായി ഇത് ഇത്രയും പൊട്ടന്മാരായ സമൂഹത്തെ ഒരിക്കലും ഒന്നും ചെയ്യണ്ട. അതുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാം ഭരണമായപ്പോഴത്തേക്കും തന്റെ ഉള്ള മന്ത്രിമാരെയൊക്കെ മാറ്റി അടിമകളെ. കാരണം ആദ്യം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സീനിയർ നേതാക്കളാണ്. ജി സുധാകരനെ, AP അങ്ങനെ വലിയ നേതാക്കളാണ്. അവരെയൊക്കെ പറ്റി ആകെപ്പാടെ ഉണ്ടായിരുന്ന രാധാകൃഷ്ണനെ പോലും മാറ്റി. താൻ പറയുന്നത് കേൾക്കുന്ന ഒരു മതി എന്നുള്ള നിലപാടിലേക്ക് മാറി. എന്നിട്ട് ഈ ജനങ്ങൾ വിഡ്ഢികളാണ് എന്നുള്ള പുള്ളിയുടെ മുൻവിധി കൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് 217 കോടി രൂപ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചെലവഴിച്ചു. എന്നിട്ട് നാട് നീളെ ഹോർഡിങ്സ് വെച്ചു, KSRTC ബസ് ബോർഡിന് അടിച്ചു കയറ്റി വെച്ചു, വഴിയെ പോകുന്നിടത്ത് എല്ലാം പിണറായി. അത് കഴിഞ്ഞ് ഈ സീരിയലിന്റെ അകത്തും ഈ റിയാലിറ്റി ഷോയ്ക്കകത്തും സ്ക്രിപ്റ്റിന്റെ അകത്ത് കയറ്റി. ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ പോലും എല്ലാവർക്കും പൈസയാണ്. അതായത് ആരൊക്കെയാണോ യൂട്യൂബർമാർ ഇവർക്കെല്ലാം പണം. അങ്ങനെ പണം വാരി എറിഞ്ഞ് ജനത്തെ പഴിപ്പിച്ചു. അപ്പം അങ്ങനെ ഒരു മൂന്നാം ഭരണം എന്നൊരു തോന്നലുണ്ടാക്കിയെടുത്തു. പക്ഷേ പുള്ളിക്ക് മറന്നു പോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണെങ്കിലും ഒരു കള്ളത്തരം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കള്ളത്തരം ജനം വിശ്വസിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞുണ്ടായി വരുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ഘട്ടം വരെ അവരിങ്ങനെ കത്തിപ്പോ പിന്നെ അവരങ്ങ് വീഴും. ശ്രദ്ധിച്ചു ഇപ്പൊ നീ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം. ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഈ ഒരു വീഴ്ചയിൽ പിണറായി വീണുപോയി. എന്ന് വെച്ചാൽ പുട്ടിയടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയെങ്കിലും തനി നിറം ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരുന്നതോടുകൂടി ഔട്ടായിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് കയറുപാട മക്കളെ എന്നുള്ള സാധനം കഴിഞ്ഞിട്ട് നേരെ കോന്നി ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവിടെ പ്രതീക്ഷിക്കുന്നില്ല. പുള്ളി റേഡിയോ പോലാണ്. ഞാൻ അവിടെ ചെല്ലുന്നു, എന്റെ ആരാധകരായ ആളുകൾ അവിടെ കൂടുന്നു, ഞാൻ പറയുന്നു, ആളുകൾ കൈയടിക്കുന്നു. കൈയടിക്കാൻ പോലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ പാർട്ടി നേരത്തെ ജില്ലാ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റി ഒക്കെ പറഞ്ഞിട്ട് പിണറായി ഇന്നത് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കണം, ഇന്നത് പറയുമ്പോൾ പിണറായി സിന്താവെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിലൊരുത്തൻ സ്മോൾ അടിച്ചിട്ടുള്ളത് കൊണ്ട് പിണറായിയുടെ ആരാധന കൂടുതലുള്ളതുകൊണ്ട് ചോദിച്ചതാ, അല്ലാതെ പിണറായിക്കെതിരെ ചോദിച്ചല്ല. ഇത് ചോദിച്ചപ്പം നീലക്കുറുക്കൻ അങ്ങനെയാണല്ലോ. നീലക്കുറുക്കന്റെ കഥ അറിയാമല്ലോ. നീലക്കുറുക്കനെ സംബന്ധിച്ചിടത്തോളം നിലാവ് കണ്ടപ്പോൾ പോവാതിരിക്കാൻ പറ്റത്തില്ല. അത് രാജാവാണ് എന്നുള്ളത് മറന്നുപോയി. ഇദ്ദേഹം താൻ ഈ PR വർക്കൊക്കെ കൊടുത്ത് താൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തി നിൽക്കുന്നത് മറന്നുപോയി. തനി നിറം പുറത്തു വന്ന് വീട്ടിൽ പോയി ചോദിക്കണമെന്ന്. ഇതാണ് പിണറായി. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്ട് ചില്ലറിയല്ല, നിസ്സാരം എന്നല്ല. ഇത് സാധാരണ പാർട്ടിക്കാരെ പോലും നിരാശപ്പെടുത്തി. ഇതിന്റെ ഒരു അനുരണനം മീഡിയയും വന്നു. ഈ കാശൊക്കെ മേടിച്ചെങ്കിലും ആളുകൾക്ക് ഇത് ചർച്ചയാക്കേണ്ടി വന്നു. അത് ചർച്ചയാക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പൊ ഇന്ന് കൊല്ലത്ത് നടന്ന് ശ്രദ്ധിച്ചായിരുന്നു. അതും പറഞ്ഞേ എന്താണ് കേട്ടത്? ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം SDPIയുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് മലപ്പുറത്ത് വെച്ച്. അതെ, ഇന്നിപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചായിരുന്നു, കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രം ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയോ? അത് നല്ല ഉറക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് CM എഴുന്നേറ്റ് പോയതിന് ശേഷമാണ് ആ പുള്ളി അവിടെ നിന്ന് ചോദിക്കുന്നത്. ഈ രണ്ട് സംഭവം നോക്കാം. നമ്മളിപ്പോ ആദ്യം ഇതിലേക്ക് വരാം. ഇന്ന് കൊല്ലത്തെ നടന്നു. പിണറായി വിജയൻ ചെല്ലുന്നിടത്തെല്ലാം പത്രസമ്മേളനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിണറായിയുടെ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ പിണറായി വിജയന്റെ PR വർക്കിന്റെ ഭാഗം PR ടീം എല്ലായിടത്തും പത്രസമ്മേളനം അറിയും. അപ്പൊ ഈ പത്രസമ്മേളനത്തിൽ ചെല്ലുമ്പോൾ പിണറായി വിജയൻ കുറെ വലിയ കാര്യങ്ങൾ പറയും. ഈ വലിയ കാര്യങ്ങളിൽ ആളുകൾ കേട്ടോണ്ടിരിക്കണം. പിന്നെ കുറെ ചോദ്യം ചോദിക്കുമ്പോൾ ഈ കൈരളിയിലും ദേശാഭിമാനിയിലെ ആളുകൾക്കാണ് പ്രിഫറൻസ്. അവർക്ക് നേരത്തെ അല്ല, അവര് തന്നെ ഇവർക്ക് പ്രിപ്പയർ ചെയ്തിട്ടാണ്. അതുകൂടാതെ റിപ്പോർട്ടർ പോലുള്ള കൈരളിയുടെ ഈ കൈരളിയേക്കാൾ ഭംഗിയായി ഈ ജോലി ചെയ്യുന്നവർ ചെയ്യും. കൂടാതെ മറ്റു ചാനലുകളുണ്ടല്ലോ, അതിലെ ഈ പിണറായി ഭക്തരുണ്ട്. ഉദാഹരണത്തിന് 24-ലെ ദീപക് ധർമ്മടം. ഇത്തരത്തിൽ പിണറായി ഭക്തരുടെ ഒരു നിരയുണ്ട്. അവരെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കാനായിട്ട് ധൈര്യമുള്ള ഒരു കുറവാണ് പിണറായിയുടെ മുമ്പിൽ. അപ്പം ഇവർ ചോദിക്കുന്നതിന് മുമ്പ് പിണറായി അവസാനിപ്പിച്ചു വന്ന രീതിയുണ്ട്. ഇത്തവണ പറ്റി എന്നാന്ന് വെച്ചാൽ പിണറായിക്ക് കൈരളിക്കാരൻ 2 ചോദ്യവും ദേശാഭിമാനിക്ക് 1 ചോദ്യവും ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി നിർത്തിയിട്ട് പോയി. ഇതിൽ ഏതോ ഒരാൾ, അത് ആരാ നിർത്തിട്ട് പയ്യനെ കാണുന്നില്ല, അവൻ എനിക്ക് 24 റിപ്പോർട്ടറെന്ന് തോന്നുന്നു, അവൻ പ്രകോപിതനായി. അവന് തന്റെ ഉണ്ടായിരുന്നു. അവൻ പിണറായിയെ വെല്ലുവിളിച്ചു. അവനെ നമ്മളൊരു ബിഗ് സല്യൂട്ട് അവന് കൊടുത്തു. അതെ, തീർച്ചയായും. അതായത് CM എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നിരുന്ന് എന്ത് പറയണം എന്നറിയാതെ പുള്ളി നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ട്. ആ പോക്ക് ഇവരിങ്ങനെ ശക്തമായി ചോദിച്ചപ്പോ പിണറായിക്ക് പേടിയായി. പെട്ടെന്ന് പിണറായി ഞാൻ 250 എന്റെ PR വർക്ക് എന്റെ 250 കോടി മുടക്കിയത് വെറുതെ ആവുമെന്ന് തോന്നലുണ്ടായി. ഇപ്പൊ ഈ കടക്കു പുറത്തു വല്ല മറ്റേത് വീട്ടിൽ ചോദിക്കടാന്നുള്ള ക്ഷീണമുണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് ക്രൂരമായ ഒരു മുഖത്തോടു കൂടി അദ്ദേഹം തിരിച്ചു വന്നിട്ട് എങ്ങനെ പറഞ്ഞു നിൽക്കണം എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അപ്പം ഈ യഥാർത്ഥത്തിൽ മുമ്പ് സൂചിപ്പിച്ച ആ നീലക്കുറുക്കൻ ഇടയ്ക്കിടയ്ക്ക് വെളി വരും. ഇത് പിണറായി യഥാർത്ഥത്തിൽ ഇതാണ്.
അതായത് നോക്കൂ, പിണറായി നമ്മൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരുവിധം നേതാക്കൾ, ഈവൻ മോദി പോലും, ഇത്രയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി പോലും വമ്പൻ സുരക്ഷ ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്കിടയിലൂടെ പോകുന്നത്. പിണറായി ഒരു ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ വളരെ ഗൗരവത്തോടെ പോകും. അതായത് പിണറായി ഒരു ഒരു ബോസ് ആയിട്ടാണ് ഈ പ്രസാദ്. നമുക്ക് പോവാൻ തന്നെ പേടിയാണ്, അടുത്തേക്ക് പോവാൻ കുഞ്ഞു കുട്ടികൾക്ക് പോലും പേടിയാണ്. അറിവില്ലാത്ത കുഞ്ഞു പിള്ളേർ മാത്രം, ഇയാൾ ആരാന്ന് അറിയത്തില്ലാത്തവരെ മാത്രമാണ് വേഷം അവരെ ഓടിച്ചു വിടുന്നത്. മറ്റുള്ള കൊച്ചുപിള്ളി അടുത്ത കാലത്ത് ഒരു കൊച്ചിന് ഉമ്മ കൊടുക്കുന്നു. അതെനിക്ക് കൊച്ചിന് ഒരുത്തില്ല ഇയാൾ ആരാന്ന് ആ അങ്കിളിന് ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തേക്കാൻ വെച്ചു. ഇതിപ്പോ ലോകത്ത് ഏത് കൊച്ചിലാരും ഞാൻ ഈ കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ ഒരു 9 എനിക്ക് 9 തരാറുണ്ട്. പിള്ളേർ എന്നെ കണ്ടിട്ട് 9 തരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള സംവിധാനം മുഴുവൻ തച്ചുടയ്ക്കപ്പെട്ടു. അപ്പൊ ഈ കംപ്ലീറ്റ് സിസ്റ്റം പൊളിഞ്ഞു പോയതിന്റെ ഒരു സൂചനയാണ്. ഇനി SDPI, ഇത് മലപ്പുറത്ത് വെച്ചായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആ മലപ്പുറത്ത് SDPI ചോദിച്ചു, പുള്ളി പറഞ്ഞു അയാൾക്ക് എന്തോ സുഖക്കേടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഈ കുറുക്കനാണ്, കുറുക്കനേക്കാൾ വലിയ സൂത്രശാലിയാണ്. അപ്പൊ അതുകൊണ്ട് പിണറായി എന്താ ചെയ്യുന്നത് വെച്ചാൽ, അൻവർ പുറത്തേക്ക് പോയ ഒരു സാഹചര്യം, ഈ അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSSന്റെ ഏജന്റായിട്ട് പിണറായി കൊടുത്ത് ഇരുന്നു എന്നുള്ള ഒരു സാഹചര്യം, ഇത്തരത്തിൽ കുറെ സാഹചര്യങ്ങൾ വന്നതോടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പിണറായിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മുസ്ലിം വോട്ട് കിട്ടത്തില്ല എന്ന് ഉറപ്പായി. അപ്പൊ മുസ്ലിം വോട്ട് കിട്ടാതെ വന്നപ്പോൾ പിണറായിക്ക് പിന്നെ ഹിന്ദു വോട്ട് പരമാവധി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിണറായി വെള്ളാപ്പള്ളിയെ വെച്ച് കളിച്ചതും ഈ മലപ്പുറത്ത് പോയി വെല്ലുവിളിച്ചതും അവിടെ മലപ്പുറത്തിനെതിരെ കൊണ്ട് ഹിന്ദുവിലങ്ങാണ്ട് പരസ്യം കൊടുത്തൊക്കെ പുള്ളി ഈ രീതിയിലായിരുന്നു. അപ്പോൾ ഹിന്ദു വോട്ട് പരമാവധി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പുള്ളി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഒരു വലിയ ഒരു ശത്രുഭാഗത്തേക്ക് പുള്ളിക്കാരൻ അതിന്റെ ഇമ്പാക്ട് ഭയങ്കരമാണ്. ഇതേ ഇങ്ങനെ അപ്പം BJP ആയിട്ടുള്ള ബന്ധം, ഡീൽ എന്ന് പറയുന്ന തരത്തില് യഥാർത്ഥത്തിൽ BJP ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡീൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഗ്രസിനോട് വിരോധമായതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചില ഒത്തുതീർപ്പുകളുണ്ട്. അതൊരു പ്രത്യേക ഡീലല്ല. ഉദാഹരണത്തിന് ഇവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഇവരങ്ങ് വിട്ടുകൊടുത്താൽ CPM ദുർബല സ്ഥാനാർത്ഥിയെ വിട്ടാൽ അവരങ്ങ് രക്ഷപ്പെട്ടു. അതിനുവേണ്ടിയാണ് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് 2020 സ്ഥാനാർത്ഥികളെന്ന്. 2020 സ്ഥാനാർത്ഥികളൊക്കെ ദുർബല സ്ഥാനാർത്ഥികൾ. ഈ ദുർബല സ്ഥാനാർത്ഥികൾക്ക് BJPക്കാർ വോട്ട് ചെയ്യത്തില്ല. അവര് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഹിന്ദു സ്ഥാനാർത്ഥി എന്ന നിലയിൽ CPM ചെയ്യാനായിരിക്കും. ഇതായിരുന്നു സ്ട്രാറ്റജി. പക്ഷെ ഇതിന്റെ മറവിൽ ഈ ചർച്ച ശക്തമാക്കി വിട്ടിട്ട് ഒരിക്കൽ പോലും ഈ ഡീൽ വിഷയത്തിൽ കാര്യമായ ഒരു എന്താ പറയുക വികാരഭരിതനായ ഒരു പ്രതികരണം പിണറായി നടത്തിയിട്ടില്ല. പക്ഷെ SDPയുടെ കാര്യത്തിൽ വികാരഭരിതനായ പ്രതികരണം. അതിന്റെ കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഡീൽ ഉണ്ടാക്കിയത് SDPI ആയിട്ടാണ്. SDPI നേരിടുന്ന ഒരു പ്രദേശം, SDPI എന്ന് പറയുന്നത് വളരെ സൂത്രശാലികളായ ഒരു പ്രസ്ഥാനമാണ്. അവരെന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കേരളത്തിലെ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ലീഗിൽ നിന്നൊക്കെ അടക്കം പിടിച്ച് കംപ്ലീറ്റ് പിടിച്ച് അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. ഇപ്പൊ ഇന്ത്യയിൽ മുസ്ലിം ലീഗിന് പ്രസക്തിയില്ല, കേരളത്തിൽ മാത്രമേ. അപ്പൊ ഒരു ഇന്ത്യയിലെ മുഴുവൻ, അതേസമയം ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ 2ാമത്തെ രാജ്യമാണ്. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി എന്നതാണ് യഥാർത്ഥത്തിൽ SDPIയുടെ പ്രഖ്യാപനം. ഇവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി കേരളമാണ്. കാരണം ലീഗുകാരാണ് മൊത്തം. അപ്പൊ അവർ ലീഗിൽ നിന്ന് അവരെ ആളെടുക്കണം ഇങ്ങനെ. പക്ഷെ ഈ ലീഗ് എന്ത് ചെയ്ത് ഇവരെ അടുപ്പിക്കത്തില്ല. അപ്പൊ ഇവർക്ക് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി മാത്രമേ വളരാൻ പറ്റത്തുള്ളൂ. അപ്പം UDFന്റെ ഭാഗമാക്കുകയും ഒരു 2-3 സീറ്റ് കൊടുക്കുകയും ചെയ്താൽ SDPI ഹാപ്പിയാണ്. പക്ഷെ ഒരിക്കലും ലീഗ് സമ്മതിക്കത്തില്ല, കോൺഗ്രസ് സമ്മതിക്കില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇവർ CPMനോട് സംസാരിക്കുന്നത്. അപ്പൊ CPMമാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 സീറ്റ് ഇവർക്ക് വളരെ വിചിത്രമായി കൊടുത്തു. അതായത് മങ്കടയിൽ എന്ന സീറ്റും വേങ്ങരയിലെ സീറ്റും അവിടെ CPMന്റെ സ്വതന്ത്രരായി വന്നൊരു പഴയ SDPക്കാരാണ്. SDPI പണ്ട് മത്സരിച്ചിട്ടുള്ളവരാണ്. ഈ മങ്കരയിലും സ്ഥാനാർത്ഥിയും മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയും പിന്മാറേണ്ടി വന്നു വലിയ ബഹളം ഉണ്ടായപ്പോൾ. കാരണം മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കുമെന്നൊരു സാഹചര്യം രൂപപ്പെട്ടു. ഇപ്പൊ സുരേന്ദ്രൻ ജയിക്കാനായിട്ടുള്ള കാരണം SDPയുടെ സ്ഥാനാർത്ഥിയാണ്. കാരണം SDPയുടെ സ്ഥാനാർത്ഥി KM അഷ്റഫാണ്. UDFന്റെ സ്ഥാനാർത്ഥി AKM അഷ്റഫാണ്. അപ്പൊ ഒരു റിബലിന്റെ ഇതും വരും. 1000 വോട്ട് താഴെയാണ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമായി കഴിഞ്ഞു, വലിയ വികാരമായി കഴിഞ്ഞപ്പോഴത്തേക്കും പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ ഈ പറയുന്ന വേങ്ങരയിൽ KM ഷാജിക്കെതിരെ നിർത്തിയിരിക്കുന്ന 1-ാം തരം SDPക്കാരനാണ്. പക്ഷെ CPMന്റെ സ്വന്തമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും പലയിടങ്ങളിലും ഈ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് നേമത്ത് CPMനെ പിന്തുണ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഈ SDPIയും CPMും തമ്മിലുള്ള ഈ രഹസ്യ ബാന്ധവം പെട്ടെന്ന് വെളിയിൽ വന്നു. പിന്നിപ്പം ഫൈസി എന്ന് പറയുന്ന ഇവരുടെ ദേശീയ പ്രസിഡന്റ് ഉണ്ട്. ഫൈസിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഫൈസിയുടെ പത്രസമ്മേളനത്തിൽ ഫൈസി പറഞ്ഞത്
ഞങ്ങൾക്ക് ഇടത് സർക്കാരിനെ കുറിച്ച് മോശമായ അഭിപ്രായം ഇല്ല. ഇല്ല. ഇടത് സർക്കാർ ഒരു മുസ്ലിം വിരുദ്ധമാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ UDF-കാർ തുറന്നു പറയുകയാണ് ഞങ്ങൾക്ക് SDP വോട്ട് വേണ്ടെന്ന്. അതിന്റെ കാരണം അത് വളരെ കൃത്യമാണ്. അതിന്റെ കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ UDF-നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ UDF-നെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്തുണ അവർ സ്വീകരിച്ചു. അപ്പൊ അതിന്റെ പേരിൽ BJP പറയുന്നത് മാത്രമല്ല CPM പറയുന്നതും ഇവർ ഇസ്ലാമിക തീവ്രവാദികളോട് സന്ധി ചെയ്തു. അപ്പൊ ഈ പേരുദോഷം ഇനി വേണ്ട എന്ന് വെക്കാൻ വേണ്ടി അവർ SDP അങ്ങ് തള്ളി പറഞ്ഞു. അപ്പൊ SDP ഇൻസൾട്ടഡായി. SDP-ക്ക് വലിയ വോട്ടുണ്ട്, എല്ലായിടത്തും വോട്ടുണ്ട്. അപ്പൊ SDP-യോട് ഇവർ രഹസ്യമായ ചർച്ചയ്ക്ക് പോയി. അവർ മേടിക്കാൻ തുടങ്ങി. SDP അവരെ പിന്തുണച്ചു. അപ്പം ഈ മുസ്ലിം വിരുദ്ധ ഇമേജ് മാറ്റാൻ CPM ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതൊരു വലിയ ചർച്ചയാകാതെ ഈ BJP ഡീല് മാത്രം ചർച്ചയായി. ഇത് ചർച്ചയാവാതിരിക്കാനായിരുന്നു പിണറായിയുടെ തന്ത്രം. ഇത് പെട്ടെന്ന് ചർച്ചയായി. ഈ ചർച്ചയായതിന്റെ പ്രകോപനമാണ് പിണറായി ഇപ്പൊ അന്ന് ചോദിച്ചതും ബഹളം വെച്ച് കാരണം അയാൾക്ക് ഉത്തരം പറയാനില്ല. കാരണം ഇവര് ഉത്തരം പറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട, അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പിണറായി പാനിക്കാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിണറായിയുടെ തനി സ്വഭാവം മാർക്സിസ്റ്റുകാർക്ക് പോലും കലിപ്പായി. ഇപ്പൊ ഞാൻ നമ്മുടെ ഫീൽഡിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും പിണറായി തോക്കട്ടെ എന്ന നിലപാടിലേക്ക് മാറി. അതുകൊണ്ട് അതിനാണ് പിണറായിയുടെ അസ്വസ്ഥത. ആയിക്കോട്ടെ, അടുത്തത് ഇനി ജയിച്ചു കഴിഞ്ഞാൽ പിണറായി ആയിരിക്കുമല്ലോ മുഖ്യമന്ത്രി. ഇനിയിപ്പോ തിരിച്ചാണെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തേക്ക് പിണറായി വരുമോ? അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിണറായി വിജയൻ അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വന്നതുകൊണ്ട് പിണറായിക്കോ പിണറായിയുടെ കുടുംബത്തിനോ ഒരു ഗുണവുമില്ല. ഈ കുടുംബത്തിനോ പുള്ളിക്കോ ഗുണമില്ലാത്തൊന്നും പുള്ളി ചെയ്യത്തില്ല. കാരണം ഇനി പുള്ളിക്ക് ആയുസില്ല. ഇത് 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് ഇരുന്നിട്ട് പിന്നെ അടുത്ത തവണ പോയി 5 കൊല്ലം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആവാൻ സ്കോപ്പില്ല. പുള്ളിക്ക് തന്നെ അറിയാം അത്രയും കാലം ആയുസ് ഉണ്ടാവത്തില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പുള്ളി ഇത് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കത്തില്ല എന്ന് മാത്രമല്ല പുള്ളി സ്ഥലം വിടും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പുള്ളി ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ റിസൾട്ട് വരാനും കാത്തിരിക്കത്തില്ല. ഇപ്പൊ പുള്ളിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ കിട്ടുമല്ലോ. ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇവർക്ക് കൃത്യം ഫീഡ്ബാക്ക് കിട്ടും. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നൊരു സ്ഥിതി വന്നാൽ പിണറായി രോഗം കൂടി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കസേരയാണല്ലോ ഇപ്പോഴും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 1 മാസം കാവൽ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ നാട്ടുകാരുടെ ഖജനാവിലെ പണം എടുത്തിട്ട് പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോകും. അങ്ങനെ അവിടെ ശിഷ്ടകാലം കഴിഞ്ഞ് ചികിത്സിച്ച് രാജാവിന്, കാരണം അനേകം പല വഴികളിലൂടെ സമ്പാദിച്ചിരിക്കുന്ന ധനം വിദേശത്തുണ്ട്. മകൻ UAE-ലാണ്. അപ്പം സുഖമായി അവിടെ ഈ ഹയത്തിൽ സ്ഥിരമായിട്ട് താമസിക്കാം, അവിടെ രാജാവിനെ പോലെ ജീവിക്കാൻ. എൻ്റെ ഒരു തോന്നൽ പിണറായി ഇതോടുകൂടി രാഷ്ട്രീയം വിട്ടു പോകും. മകളോട് സ്നേഹം ഉണ്ടെങ്കിലും പുള്ളിക്ക് ഗ്രിപ്പ് പോയാൽ പിന്നെ പുള്ളി അത് നിൽക്കത്തില്ല. കാരണം തോറ്റുപോയ പിണറായി വിജയൻ ദുർബലനായിരിക്കും. ഇനിയിപ്പോ അതുപോലെ പുള്ളി പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തേക്ക് വരാൻ രാജീവ് ഉൾപ്പെടെ പലരും നിൽക്കുന്നുണ്ട്. അതാണ് അതിൽ ഞാൻ പറഞ്ഞത്. അതായത് പിണറായി വിജയൻ ജയിച്ചാൽ പിണറായി വിചാരിക്കുന്നിടത്ത് നിൽക്കൂ. പുള്ളി മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി നിന്ന് പുള്ളി വൈകാതെ പുള്ളി മരുമകനെ പണിയേൽപ്പിക്കും. അങ്ങനെ പാർട്ടിയുടെ ഒരു തുടർച്ച മരുമകനെ കൊടുത്തു പോകും. പക്ഷെ തോറ്റ പുള്ളി സ്ഥലം ഇടത്തേ ഉള്ളൂ. മരുമകനൊന്നും പുള്ളി നോക്കത്തില്ല. പുള്ളിയുടെ സേഫ്റ്റി മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ അത്തരം സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ പൾസിൽ നിന്നും അദ്ദേഹം തോറ്റേക്കുമെന്ന സൂചന പൊതുവെ പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പൊ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാജീവിന്റെ ഇന്നത്തെ മനോരമയുടെ ഇന്റർവ്യൂ. രാജീവ് എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിശ്ചയിച്ചതുകൊണ്ടാണല്ലോ പിണറായി തന്നെ നേരത്തെ MA ബേബി പറഞ്ഞാണ്. നേരത്തെ ഇവരെല്ലാം പ്രഖ്യാപിച്ചതോ അങ്ങനെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പൊ തോക്കുമെന്നൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അടുത്ത ആ പിന്തുടർച്ചയ്ക്ക് വേണ്ടി പലരും രംഗത്ത് വരും. പിണറായി ജയിച്ചാൽ മാത്രമേ മരുമകന് സ്കോപ്പുള്ളൂ. പിണറായി തോറ്റാൽ മരുമകനാവും. പിന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനാണ് പവർഫുൾ ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഗോവിന്ദൻ ഈ പിണറായിയുടെ അധീശത്വത്തിൽ നിൽക്കുന്ന പാർട്ടിയിൽ ഗോവിന്ദന് ഗ്രിപ്പ് കുറവാണ്. കണ്ണൂരിലെ പാർട്ടിക്കാർക്ക് പോലും ഗോവിന്ദനോട് ജാതീയമായ കാരണങ്ങളിൽ എതിർപ്പുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. എനിക്കറിയാവുന്നതെന്ന് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗോവിന്ദൻ അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടാവത്തില്ല. അവിടെയാണ് ഇപ്പൊ P രാജീവിന്റെ ഇന്നത്തെ പ്രസ്താവന കാണുന്നത്. അപ്പം ഈ P രാജീവിനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി ചെറുപ്പമാണ്. അപ്പൊ P രാജീവ് ആഗ്രഹിക്കുന്നത് ഈ ഇടതുമുന്നണിക്ക് ഭരണം പോവുകയും പിണറായി സ്ഥലം കാലിയാക്കുകയും ചെയ്യുമ്പോൾ പാർട്ടിയുടെ ഈ കണ്ണൂർ ലോബിയിൽ നിന്ന് പാർട്ടി പിടിച്ചെടുക്കാനായിട്ട് P രാജീവ്
കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പി രാജീവിന്റെ ആഗ്രഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് പി രാജീവ് വരാനാണ് അദ്ദേഹം ജയിക്കണം. ജയിച്ചാൽ പി രാജീവനാണ് വിജയസാധ്യത. കാരണം വാസവനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സീനിയറുണ്ടെങ്കിൽ അവിടേക്ക് വരത്തില്ല. ഈ ഒരു പ്രത്യേക രാഷ്ട്രീയം അറിയാൻ പി രാജീവനാണ് കൂടുതൽ പിന്തുണ ഉള്ളത്. പാർട്ടി പി രാജീവിലേക്ക് മാറും. ഇത് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് രാജീവിനെ ജയിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം വെച്ചാൽ രാജീവാണ് ഏറ്റവും അധികം സൂത്രശാലിയായിട്ട് നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ CPM-ൽ ഇടതിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിനപ്പുറം എന്തായാലും തോൽവി ഉറപ്പിച്ചിട്ടുണ്ട് അവർ പലയിടങ്ങളിലും. അതിനകത്ത് വളരെ കൃത്യമായി തന്നെ അത് ഈ അവരുടെ പ്രകടനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ സർവേ റിസൾട്ട് ഒക്കെ ഇപ്പൊ വരാറായി, ഇപ്പൊ സർവേ കഴിയാറായി. നാളെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സർവേ കഴിയും. ഈ സർവേ നമ്മുടെ എല്ലാ സീനിയേഴ്സ്, നമ്മൾ ഏഴ് ടീമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി 7 ടീമാണ് ഞങ്ങളുടെ ടീം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മുതൽ 2 ജില്ലകളുടെ ചുമതല വീതം 7 ടീം ഫീൽഡിലാണ്. ഫീൽഡിൽ നിന്ന് വളരെ കൗതുകമുണർത്തുന്ന, രസമുണർത്തുന്ന ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഒരു ഭരണമാറ്റമാണോ അല്ലയോ എന്ന് നമ്മൾ തൽക്കാലം പറയുന്നില്ല, അത് പറയുന്നത് വന്നതിന് ശേഷമാണ്. പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻ വ്യത്യസ്തമായ പലതും അവിടെ ഫീൽഡിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് പിണറായിയോടുള്ള എതിർപ്പാണ്. അത് ഇടതുമുന്നണിക്ക് വോട്ട് ജയിക്കണം എന്ന് പറയുന്നവർ പോലും പിണറായി. എന്തായാലും അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ ആദ്യ ഫലം പുറത്തുവിടും. മനോരമയുടെ സർവേ ഒക്കെ വന്ന് വളരെ വിചിത്രമാണ് മനോരമയുടെ സർവേ. എന്തായാലും ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളൊക്കെ. കാത്തിരിക്കാം. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹവും അഭിപ്രായവും ഈ ദുർഭരണം അവസാനിക്കണം എന്നുള്ളതാണ്. എനിക്ക് അതിനകത്തൊരു നിഷ്പക്ഷതയില്ല. ഏത് ചെകുത്താൻ ഭരിച്ചാലും കുഴപ്പമില്ല. ഈ എന്നെ സംബന്ധിച്ചുള്ള അയ്യപ്പനോടുള്ള ഒരു ബന്ധമുണ്ട്. അയ്യപ്പനോട് ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച ഈ മനുഷ്യൻ ഇനി ഭരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം സാധിക്കുമെന്നറിയാം. കാത്തിരിക്കാം. ഇനി അധിക ദിവസങ്ങളില്ല. നന്ദി.